10th പ്രിലിമിനറി എക്സാം അടുത്ത് വരികയാണ്. അപ്പോൾ മുൻവർഷ പരീക്ഷകളുടെ ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത, അത് കേൾക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. പല ക്വസ്റ്റ്യൻ പേപ്പറുകളിലൂടെ നമ്മൾ പോകുമ്പോൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വരുന്ന ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഏത് ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ കാണുക, കണ്ട് നിങ്ങൾ കേട്ട് പഠിക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വൈകുണ്ഠസ്വാമികളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. 1. 1908 തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂർ ഗ്രാമത്തിൽ ജനിച്ചു. 2. അദ്ദേഹത്തിൻ്റെ വിശ്വാസ സംഹിത അയ്യാവഴി എന്നറിയപ്പെടുന്നു. 3. അരുൾനൂൽ അദ്ദേഹത്തിൻ്റെ രചനയാണ്. 4. കണ്ണാടി പ്രതിഷ്ഠ നടത്തി. അപ്പോൾ പ്രസ്താവനകളിൽ ശരിയായത് ഏതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ 1 അല്ലേ, 1908 തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂർ ഗ്രാമത്തിൽ ജനിച്ചു എന്നുള്ളത് തെറ്റാണ്. അദ്ദേഹത്തിൻ്റെ വിശ്വാസ സംഹിത അയ്യാവഴി ശരിയാണ്. അരുൾനൂൽ അദ്ദേഹത്തിൻ്റെ രചനയാണ് ശരിയാണ്. കണ്ണാടി പ്രതിഷ്ഠ നടത്തി വൈകുണ്ഠസ്വാമികൾ ശരിയാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2, 3, 4. അടുത്ത ക്വസ്റ്റ്യൻ, വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന കുറിച്യാർ കലാപത്തെപ്പറ്റി താഴെ പറയുന്നത് തെറ്റായ പ്രസ്താവന. വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന കുറിച്യാർ കലാപത്തെപ്പറ്റി താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? 1. കലാപം നടന്നത് 1812 ശരിയാണല്ലേ, അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ രാമനമ്പിയാണ് നിയോഗിച്ചത്. തെറ്റാണ്. രാമനമ്പി ആരായിരുന്നു? അതിൻ്റെ നേതാവായിരുന്നു. 3. കലാപത്തിൻ്റെ പ്രധാന നേതാവായ പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർ വധിച്ചു. അതും തെറ്റാണ് അല്ലേ. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യം കലാപകാരികൾ ഉയർത്തി. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 1ഉം 4ഉം ഇവിടെ ശരിയാണ്. അപ്പം നമ്മളോട് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. 2ഉം 3ഉമാണ് ഇവിടെ തെറ്റായിട്ട് വരുന്നത്. അപ്പോൾ ഉത്തരം എന്താ? ഓപ്ഷൻ സി ആണ് ഉത്തരം. ക്വസ്റ്റ്യൻ, 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഹാൻ ഗാങ്ങിനെ കുറിച്ചുള്ള താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? 1. സാഹിത്യ നോബൽ ലഭിക്കുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ്. 2. സാഹിത്യ നോബൽ നേടുന്ന ആദ്യ ഏഷ്യൻ വനിത. 3. ദി വെജിറ്റേറിയൻ എന്ന നോവലിന് മാൻ ബുക്കർ പുരസ്കാരം നേടി. 4. ദി വൈറ്റ് ബുക്ക് അവരുടെ ആത്മകഥാപരമായ രചനയാണ്. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. 4. 1. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചു. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചു. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലേ. 1907 സൂറത്ത് സമ്മേളനത്തിൽ കോൺഗ്രസിൻ്റെ പിളർപ്പ് ശരിയാണ്. 1934 ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റായി. തെറ്റാണ്. 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനം ശരിയാണ്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ എ ആണ്. 1, 2, 4. അടുത്ത ക്വസ്റ്റ്യൻ, 2024 നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ബ്രിക്സ് ഉച്ചകോടി 2024മായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. 16ാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത്. ശരിയാണ്. കസാൻ സ്ഥിതി ചെയ്യുന്നത് ചൈനയിലാണ്. തെറ്റാണ് അല്ലേ. ബ്രിക്സിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. തെറ്റാണ്. 2009 ബ്രിക്സ് രൂപം കൊണ്ടത്. ശരിയാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1, 4. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ISROവുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവന. 1. ISRO സ്ഥാപിച്ചത് 1998 ISRO സ്ഥാപിച്ചത് 1998 പറയുന്നത്. അതെന്താണത്? തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലേ. ഇതിൻ്റെ ആസ്ഥാനം കൊൽക്കത്തയിലെ അന്തരീക്ഷ ഭവനാണ്. അതും തെറ്റാണ്. ഇതിൻ്റെ ആദ്യത്തെ ചെയർമാൻ വിക്രം സാരാഭായി ആയിരുന്നു. ശരിയാണ്. വിക്രം സാരാഭായി സ്പേസ് സെൻറ്റർ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു. ശരിയാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 3, 4 എന്നിവ. അടുത്ത ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യ സമരകാലത്ത് മലബാറിൽ പ്രസിദ്ധീകരിച്ച അല്ലമീൻ പത്രവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? 1. മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബിൻ്റെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത്. ശരിയാണല്ലേ. മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബിൻ്റെ നേതൃത്വത്തിലാണ് അല്ലമീൻ എന്ന പത്രം ആരംഭിക്കുന്നത്. അടുത്തത്, 1924 ഒക്ടോബർ 12 ആരംഭിച്ചത്. ശരിയാണ്. 1939 ബ്രിട്ടീഷ് സർക്കാർ പത്രം നിരോധിച്ചു. ശരിയാണ്. പത്രത്തിൻ്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് താനൂരിലായിരുന്നു. തെറ്റാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. 1, 2, 3 എന്നിവ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ,
തെറ്റായ ജോഡി കണ്ടെത്തുക. ഈ താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. എഴുത്തച്ഛൻ പുരസ്കാരം എസ്.എൻ. മാധവൻ, വയലാർ അവാർഡ് അശോകൻ ചരുവിൽ, കേരള ജ്യോതി പുരസ്കാരം M.K. സാനു, ഓടക്കുഴൽ അവാർഡ് T. വിനയചന്ദ്രൻ. തെറ്റായിട്ടുള്ള ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി, നാലാമത്തെ ഓപ്ഷനാണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. ഓടക്കുഴൽ അവാർഡ് D. വിനയചന്ദ്രൻ എന്നുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാ ക്രമം ഏത്? താഴെ തന്നിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണന ക്രമമാണ് തന്നിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് അതിർത്തി ഗാന്ധിയുടെ മരണം, മലബാർ കലാപം, ക്ഷേത്രപ്രവേശന വിളംബരം, ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണം എന്നാണ് തന്നിരിക്കുന്നത്. അപ്പം ഇവിടെ ഒന്നാമത് വരുന്നത് മലബാർ കലാപം, ദെൻ ക്ഷേത്രപ്രവേശന വിളംബരം, ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണം, ദെൻ അതിർത്തി ഗാന്ധിയുടെ മരണം. അപ്പം നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. കൊച്ചി മെട്രോവുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഒന്നാമത്തെ, കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 2017 ജൂൺ 17 ആണ്. ശരിയാണല്ലേ, 2017 കൊച്ചി മെട്രോ ഉദ്ഘാടനം നടക്കുന്നത്. KMLRL ആണ് ഇതിൻ്റെ പ്രവർത്തന ചുമതല നിർവഹിക്കുന്നത്. ശരിയാണ്. അടുത്തത്, കൊച്ചി മെട്രോയുടെ അനുബന്ധ ജലപാത പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ. ശരിയാണ്. ഇന്ത്യയിലെ 18ാമത്തെ മെട്രോ റെയിൽവേ ആണിത്. തെറ്റാണ്, അത് തെറ്റാണ്. അപ്പം നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. 11ാമത്തെ ക്വസ്റ്റ്യൻ. കിംബുല്ലാം ജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. കിംബുല്ലാം ജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? മണിപ്പൂർ. ഓപ്ഷൻ എ മണിപ്പൂരാണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. നഗര ഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യ അർബൻ വേസ്റ്റ് മാനേജ്മെൻറ്റ് സംവിധാനം നടപ്പിലാക്കിയ നഗരം. ഓപ്ഷൻ എ അഹമ്മദാബാദാണ് ഉത്തരം കേട്ടോ. നഗര ഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ വേസ്റ്റേജ് മാനേജ്മെൻറ്റ് സംവിധാനം നടപ്പാക്കിയ നഗരമാണ് അഹമ്മദാബാദ്. അടുത്ത ക്വസ്റ്റ്യൻ. ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ കാർഷിക കാലം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. ഏതാണ്? ഖാരിഫാണ്. ജൂൺ മാസം ടു സെപ്റ്റംബർ മാസം ഏതാണ്? ഖാരിഫാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണം. ഓപ്ഷൻ എ ആരവല്ലി. അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണം ഏതാണ്? ആരവല്ലിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ക്രിസ്റ്റലൈൻ കായാന്തരിക ശിലകളിൽ നിന്നും ഘാതനഫലമായി ഉണ്ടാകുന്ന മണ്ണിനം. ക്രിസ്റ്റലൈൻ കായാന്തരിക ശിലകളിൽ നിന്നും ഘാതനഫലമായി ഉണ്ടാകുന്ന മണ്ണിനം ഏതാണ്? ഓപ്ഷൻ ബി ചുവപ്പ് മണ്ണ്, റെഡ് സോയിലാണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. ഇലക്ട്രിക്കൽ കേബിൾ, ഇലക്ട്രിക്സ് രാസവ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന കോപ്പർ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം. കോപ്പർ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്നത് ഓപ്ഷൻ ബി മധ്യപ്രദേശ്. അടുത്തത്, കൽക്കരിയുടെ ഉന്നതമായ വകഭേദം. ഓപ്ഷൻ ഡി ആന്ത്രാസൈറ്റ്. ഓപ്ഷൻ ഡി ആന്ത്രാസൈറ്റാണ് കൽക്കരിയുടെ ഉന്നതമായ വകഭേദം. അടുത്ത ക്വസ്റ്റ്യൻ. മേൽക്കൂര മഴവെള്ള ശേഖരണ നിയമം മൂലം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം. മേൽക്കൂര മഴവെള്ള ശേഖരണം നിയമം മൂലം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനമാണ് ഓപ്ഷൻ ഡി തെലുങ്കാനയാണ് കേട്ടോ ഉത്തരം. തെലുങ്കാനയാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. മെക്സിക്കോയിൽ വെട്ടിച്ചൂട്ടി കൃഷി അറിയപ്പെടുന്ന പേര് എന്താണ്? ഓപ്ഷൻ എ മിൽപ്പ എന്നാണ്. മെക്സിക്കോയിൽ വെട്ടിച്ചൂട്ടി കൃഷി അറിയപ്പെടുന്നത് മിൽപ്പ. അടുത്ത ക്വസ്റ്റ്യൻ. ചിപ്കോ പ്രസ്ഥാനം എന്തുമായി ചേർത്ത് വായിക്കാം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ സ്തൂപിക വനസമ്പത്ത് നശീകരണം തടയുന്നത്. പർവ്വത പ്രദേശങ്ങളിലെ സ്തൂപിക വനസമ്പത്ത് നശീകരണം തടയുന്നതുമായി ബന്ധപ്പെട്ടതാണ് ചിപ്കോ പ്രസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ. 1957 കേരള സർവകലാശാലയായി മാറിയ തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ടത്. 1957 കേരള സർവകലാശാലയായി മാറിയ തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ടത് ഓപ്ഷൻ എ 1937. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏതു സമരവുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഉയർത്തിയത്? ആണ്? ഓപ്ഷൻ സി ക്വിറ്റ് ഇന്ത്യ സമരത്തിനാണ് ഗാന്ധിജി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയത്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റേതല്ലാത്ത കൃതി ഏതാണ്? ശ്രീനാരായണ ഗുരുവിൻ്റേതല്ലാത്തത് ഏതാണ് ഇവിടെ? ഓപ്ഷൻ ബി വേദാധികാര നിരൂപണമാണ്. ദൈവദശകം, നവമഞ്ജരി, ദർശനമാല എന്നിവ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ദേശീയ വിദ്യാഭ്യാസ ദിനമായ നവംബർ 11 താഴെ പറയുന്നവയിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി മൗലാന അബ്ദുൽ കലാം ആസാദ്. അദ്ദേഹമായിരുന്നു സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി. അടുത്ത ക്വസ്റ്റ്യൻ. ചുവടെ നൽകിയിരിക്കുന്ന സാഹിത്യകാരന്മാരിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കാത്ത മലയാളി സാഹിത്യകാരൻ ആരാണ്? ജ്ഞാനപീഠം ലഭിക്കാത്ത മലയാളി സാഹിത്യകാരൻ ഓപ്ഷൻ സി ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ വിദ്യാഭ്യാസ സംസ്കാരവുമായി ബന്ധപ്പെട്ട കമ്മീഷനുകൾ ഏതൊക്കെയാണ്? രാധാകൃഷ്ണൻ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ,
അതുപോലെ കോത്താരി കമ്മീഷനുമാണ്. അപ്പം 2ഉം 4ഉം നമ്മുടെ വിദ്യാഭ്യാസവുമായി ബന്ധമില്ലാത്ത കമ്മീഷനാണ് കേട്ടോ. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ബന്ധമുള്ള കമ്മീഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ ഉത്തരം ഏതാണ്? 1ഉം 3ഉമാണ് ശരി. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, തോഫാഗ തൊഴിലാളി സമരം നടന്ന എവിടെയാണ്? തോഫാഗ കർഷക തൊഴിലാളി സമരം നടന്നത് എവിടെയാണ്? ഓപ്ഷൻ ഡി, ബംഗാളിലാണ് തോഫാഗ തൊഴിലാളി സമരം നടന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? രാജാറാം മോഹൻ റോയ്, ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ താഴെ പറയുന്നവയിൽ എവിടെയാണ് ഡെൻമാർക്കുകാർ ആധിപത്യം സ്ഥാപിച്ചിരുന്നത്? ഡെൻമാർക്കുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്ന പ്രദേശമാണ് ട്രാൻകിബാർ. ഓപ്ഷൻ ഡി, ട്രാൻകിബാർ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ നൽകിയിട്ടുള്ള സംഭവങ്ങളിൽ തെറ്റായത്. കുണ്ടറ വിളംബരം 1809 ശരിയാണ്. കുണ്ടറ വിളംബരം 1809 എന്നുള്ളത് ശരിയാണ്. കുളച്ചൽ യുദ്ധം 1741 ശരിയാണ്. ആറ്റിങ്ങൽ കലാപം 1721 ശരിയാണ്. കുറിച്യർ കലാപം 1810 തെറ്റ. 1812 കുറിച്യർ കലാപം വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മൗലിക ചുമതലകളുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത്? മൗലിക ചുമതലകളുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത്. 1950 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകളെക്കുറിച്ച് പരാമർശമില്ലായിരുന്നു. ശരിയാണല്ലേ. അടുത്തത്, സർക്കാരിയ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് മൗലിക ചുമതലകൾ കൂട്ടിച്ചേർക്കപ്പെട്ടത്. തെറ്റാണ്. 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പൗരന്മാർ അനുവർത്തിക്കേണ്ട 10 ചുമതലകൾ കൂട്ടിച്ചേർത്തു. ശരിയാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി 1, 3. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ ഗീതമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായവ കണ്ടെത്തുക. ശരിയായവ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് എഴുതിയത്. ശരിയാണ്. ഹിന്ദി ഭാഷയിലാണ് രചിക്കപ്പെട്ടത്. തെറ്റാണ്. ദേശീയ ഗാനത്തിനൊപ്പം തുല്യ പദവിയാണ് ദേശീയ ഗീതത്തിനുള്ളത്. ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെക്കുറിച്ച് ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രകാരം നിലവിൽ വന്നതാണ്. ശരിയാണ്. ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ് മിശ്രയായിരുന്നു. ശരിയാണ്. 1993 ഡിസംബർ 10 ആദ്യ കമ്മീഷൻ നിലവിൽ വന്നു. തെറ്റാണ്. ചെയർമാൻ്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. ശരിയാണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, 2024 കേരള പ്രഭ പുരസ്കാരത്തിന് അർഹരായവർ. 2024 കേരള പ്രഭ പുരസ്കാരത്തിന് അർഹനായത് എസ് സോമനാഥ് ഭുവനേശ്വരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന 25 മുതൽ 28 വരെയുള്ള വകുപ്പുകളിൽ ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിൽ പെടാത്തത് ഏതാണ്? 25 മുതൽ 28 വരെ നൽകുന്ന ഇന്ത്യൻ ഭരണഘടന നൽകുന്ന നമ്മുടെ 25 മുതൽ 28 വരെയുള്ള വകുപ്പുകളിൽ ഉറപ്പ് നൽകുന്ന മതസ്വാതന്ത്ര്യത്തിൽ പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതും പ്രചരിപ്പിക്കുന്നതിനുള്ള അവകാശം ഉണ്ട്. മതസ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും സ്ഥാവര ജംഗമ സ്വത്തുക്കൾ ആർജിക്കാനുള്ള അവകാശമുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലും ധനസഹായത്തിനും പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനം നടത്തുന്നത് നിരോധിക്കുന്നു. ശരിയാണ്. ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുള്ള അവകാശം ഇതിൽ പറയുന്നില്ല. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 4. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ബ്രിക്സ് സമ്മേളനം നടന്നത് എവിടെയാണ്? 2024 ബ്രിക്സ് സമ്മേളനം നടന്നത് റഷ്യയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കുറിച്യ ലഹളയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. 1812 കുറിച്യ ലഹള ഉണ്ടായത്. ശരിയാണ്. അടുത്ത, വയനാട് ജില്ലയിലെ കുറിച്യ കുംഭാര വിഭാഗത്തിൽപ്പെട്ടവരാണ് ലഹളയ്ക്ക് നേതൃത്വം നൽകിയത്. ശരിയാണ്. പ്രധാന നേതാവ് രാമനമ്പിയായിരുന്നു. ശരിയാണ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാറിൽ നടപ്പിലാക്കിയ ജനവിരുദ്ധ നികുതി നയങ്ങൾക്കെതിരെ നടത്തിയ ലഹളയാണ്. തെറ്റാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി ആണ്. 1, 2, 3. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസികയാണ് കേരളീയ സുഗുണ ബോധിനി. കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക കേരളീയ സുഗുണ ബോധിനി. അടുത്ത ക്വസ്റ്റ്യൻ, വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുതകളിൽ ശരിയായവ ഏത്? വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുതകളിൽ ശരിയായവ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിവരാവകാശ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് രാജസ്ഥാനിലാണ്. ശരിയാണ്. മസ്ദൂർ കിസാൻ ശക്തി സംഗഠൻ എന്ന സംഘടനയാണ് നേതൃത്വം നൽകിയത്. ശരിയാണ്. 2005 ഒക്ടോബർ 12 നിലവിൽ വന്നു. ശരിയാണ്. ഓപ്ഷൻ സി 1, 2, 3 ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ, ഇപ്പോൾ നടന്ന നിയമസഭാ മണ്ഡലങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡി പാലക്കാട്, ചേലക്കര.
അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ എ 41. രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല, രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഓപ്ഷൻ ഡി വയനാടാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണ്. അടുത്ത ക്വസ്റ്റ്യൻ, റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരാണ്? ഓപ്ഷൻ ഡി വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത്. കേരളത്തിൽ ആകെയുള്ള ലോക്സഭാ സീറ്റുകൾ എത്ര? 20. കേരളത്തിൽ ആകെയുള്ള ലോക്സഭാ സീറ്റുകളാണ് 20. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രിയാണ് ഓപ്ഷൻ ബി റോഷി അഗസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, 1956 കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകളുണ്ടായിരുന്നു? 5 ജില്ലകളാണ് 1956 കേരളം രൂപീകരിക്കുമ്പോൾ ഉണ്ടായത്. കേരള നവോത്ഥാനത്തിൻ്റെ വഴിത്തിരിവായി അരുവിപ്പുറം ക്ഷേത്രപ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവാണ് ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിക്കപ്പെട്ട വർഷം ഓപ്ഷൻ സി 1861. അടുത്ത ക്വസ്റ്റ്യൻ, പയ്യന്നൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷൻ ആരായിരുന്നു? അധ്യക്ഷൻ ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? കീഴരിയൂർ ബോംബ് കേസാണ്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചിരുന്നത് ആരായിരുന്നു? സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചത് ടി കെ മാധവനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 1817 ഗൗരി പാർവതിഭായി പുറപ്പെടുവിച്ച വിളംബരത്തിലെ ശ്രദ്ധേയമായ പരിഷ്കാരം എന്തായിരുന്നു? 1817 ഗൗരി പാർവതിഭായി പുറപ്പെടുവിച്ച വിളംബരത്തിലെ ശ്രദ്ധേയമായ പരിഷ്കാരമായിരുന്നു ഏകീകൃതമായ ശിക്ഷാവിധികൾ. എന്തായിരുന്നു? ഏകീകൃതമായ ശിക്ഷാവിധികൾ. അതല്ല, ഓപ്ഷൻ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കുക എന്നുള്ളതാണെന്ന് കേട്ടോ. 1817 ഗൗരി പാർവതിഭായി പുറപ്പെടുവിച്ച വിളംബരത്തിലെ ശ്രദ്ധേയമായ പരിഷ്കാരമായിരുന്നു ഓപ്ഷൻ ഡി പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി എന്നുള്ളത്. പാർവതി പ്രൈമറി അങ്ങനെ ഓർത്തിരുന്നാൽ മതിയേ. അടുത്തത്, യോഗക്ഷേമ സഭ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആരാണ്? ഓപ്ഷൻ ബി വി ടി ഭട്ടതിരിപ്പാട്. അടുത്ത ക്വസ്റ്റ്യൻ, 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയം ഏതാണ്? 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ജനസംഖ്യാനുപാത സംഭരണമാണ് ഉൾപ്പെടാത്ത വിഷയം. അടുത്ത ക്വസ്റ്റ്യൻ, മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു ആരുടെ സംഭാവനയാണ്? ഓപ്ഷൻ ബി അർണോസ് പാതിരി. അടുത്ത ക്വസ്റ്റ്യൻ, 1809 കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? ഓപ്ഷൻ സി വേലുത്തമ്പി ദളവയാണ് 1809 കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, 1859 ജെയിംസ് ഡാറ കയർ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം ഏതാണ്? 1859 ജെയിംസ് ഡാറ കയർ ഫാക്ടറി എവിടെയാണ്? ആലപ്പുഴയിലാണ് സ്ഥാപിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ജീവമണ്ഡലത്തിലെ ജൈവസമ്പന്നത സൂചിപ്പിക്കുന്ന ജൈവവൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഓപ്ഷൻ സി വാൾട്ടർ ജി റോസൺ ആണ് ഉപയോഗിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിൻ്റെയും രക്തം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗം ഏതാണ്? ഓപ്ഷൻ എ പ്ലസൻ്റെയാണ് അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിൻ്റെയും രക്തം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗം. അടുത്ത ക്വസ്റ്റ്യൻ, കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന കല ഏതാണ്? കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന കലയാണ് സ്ക്ലീറൻകൈമ. ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ, ചെറുകുടലിനകത്തെ പോഷക ആഗീരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേക മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗം. ചെറുകുടലിനകത്തെ പോഷക ആഗീരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗമാണ് വില്ലസുകൾ. അടുത്ത ക്വസ്റ്റ്യൻ, വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ ഏതാണ്? ഓപ്ഷൻ സി വൃക്കാധമനിയാണ് വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, നേത്രവൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1. കണ്ണിൻ്റെ ലെൻസിൻ്റെ ഇലാസ്തികത നഷ്ടപ്പെടുന്നത് മൂലം വരുന്ന രോഗമാണ് സിറോഫ്താൽമിയ. കണ്ണിൻ്റെ ലെൻസിൻ്റെ ഇലാസ്തികത നഷ്ടപ്പെടുന്നത് മൂലം വരുന്ന രോഗമാണ് സിറോഫ്താൽമിയ. തെറ്റാണല്ലേ. അടുത്തത്, വൈറ്റമിൻ ബിയുടെ കുറവ് നിശാന്തതയ്ക്ക് കാരണമാകുന്നു. തെറ്റ്. വൈറ്റമിൻ എ ആണ്. ഓപ്ഷൻ, കണ്ണിനുള്ളിലെ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ. ശരിയാണ്. കണ്ണിലെ ലെൻസ് അതാര്യമാകുന്ന അവസ്ഥയാണ് തിമിരം. ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ബി 3, 4 നമ്മുടെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗം ഏതാണ്? ഓപ്ഷൻ സി മൊനീറയാണ്.
അടുത്ത ക്വസ്റ്റ്യൻ, ഭീമാകാരത്വം ഏത് ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിലുമായി ബന്ധപ്പെട്ട അവസ്ഥയാണ്? ഭീമാകാരത്വം ഏത് ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിലുമായി ബന്ധപ്പെട്ട അവസ്ഥയാണ്? ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, സൊമാറ്റോട്രോപ്പിൻ ആണ്. സൊമാറ്റോട്രോപ്പിൻ്റെ ഏറ്റക്കുറച്ചിൽ മൂലം ഉണ്ടാകുന്നതാണ് ഭീമാകാരത്വം. അടുത്ത ക്വസ്റ്റ്യൻ, കോശശ്വസനവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. കോശശ്വസനവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. കോശശ്വസനത്തിൽ ആദ്യഘട്ടം കോശദ്രവ്യത്തിൽ വെച്ച്, രണ്ടാം ഘട്ടം റൈബോസോമിൽ വെച്ചും നടക്കുന്നു. ആദ്യഘട്ടമായ ഗ്ലൂക്കോസിന് ഓക്സിജൻ ആവശ്യമാണ്. ഗ്ലൂക്കോസിൻ്റെ ഫലമായി 28 ATP തന്മാത്രകൾ ഉണ്ടാകുന്നു. ഗ്ലൈക്കോസിസിൽ ഗ്ലൂക്കോസ് പൈറൂവിക് ആസിഡായി മാറുന്നു. ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരുന്നത്. ഓപ്ഷൻ ഡി ആണ് ശരി. അതായത് 4 മാത്രമാണ് ശരി. ഗ്ലൈക്കോസിസിൽ ഗ്ലൂക്കോസ് പൈറൂവിക് ആസിഡായി മാറുന്നു എന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, വിട്രിയസ് ദ്രവം മനുഷ്യ ശരീരത്തിൽ ഏത് അവയവത്തിലാണ് കാണുന്നത്? വിട്രിയസ് ദ്രവം മനുഷ്യ ശരീരത്തിൽ എവിടെയാണ് കാണുന്നത്? വിട്രിയസ് ദ്രവം ഓപ്ഷൻ ബി കണ്ണിലാണ് കാണുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ജനറേറ്ററിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനമാണ് യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമാകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ന്യൂക്ലിയർ റിയാക്ടറിൽ ഇന്ധനം ഏതാണ്? ന്യൂക്ലിയർ റിയാക്ടറിലെ ഇന്ധനം ഏതാണ്? ഓപ്ഷൻ ബി സമ്പുഷ്ട യുറേനിയം. അടുത്ത ക്വസ്റ്റ്യൻ, വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജ്ജം 4 മടങ്ങാകുന്നു. വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയായാൽ അതിൻ്റെ ഗതികോർജ്ജം 4 മടങ്ങാകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ഇവിടെ കൂട്ടത്തിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രവേഗം, ത്വരണം, വേഗം, സ്ഥാനാന്തരം. ഏതാണ്? വേഗമാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയിൽ ജെ തോംസണുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന. ജെ തോംസണുമായി ബന്ധപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം പ്രസ്താവനകൾ നമുക്കൊന്ന് നോക്കാം. പ്ലം പുഡിംഗ് മാതൃക മുന്നോട്ട് വച്ചു, ശരിയാണ്. ഇലക്ട്രോണിനെ കണ്ടെത്തി, ശരിയാണ്. ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ നടത്തി, ശരിയാണ്. ന്യൂട്രോണിനെ കണ്ടെത്തി, അതാണ് തെറ്റല്ലേ. ഇപ്പോൾ ജെ തോംസണുമായി ബന്ധപ്പെട്ടതാണ് പ്ലം പുഡിംഗ് മാതൃക, ഇലക്ട്രോണിനെ കണ്ടെത്തി, ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, റബ്ബറിൻ്റെ മോണോമർ ഏതാണ്? റബ്ബറിൻ്റെ മോണോമർ ഐസോപ്രിൻ ആണ് കേട്ടോ. റബ്ബറിൻ്റെ മോണോമർ ആണ് ഐസോപ്രിൻ. അടുത്തത്, റേഡിയോ ആക്റ്റീവത കണ്ടെത്തിയത് ആരാണ്? ഓപ്ഷൻ സി ഹെൻറി ബെക്കറൽ ആണ് റേഡിയോ ആക്റ്റീവത കണ്ടെത്തിയത്. അടുത്ത ക്വസ്റ്റ്യൻ, ലീച്ചിങ് എന്ന സാധാരണ രീതി ഉപയോഗിക്കുന്നത് ഏത് ലോഹത്തിൻ്റെ അയിരിനാണ്? ലീച്ചിങ് പ്രോസസ്സ് നടക്കുന്നത് എവിടെയാണ്? അലുമിനിയം അല്ലേ. ഓപ്ഷൻ ഡി അലുമിനിയമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങൾ. ഒരേ മാസ് നമ്പർ വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ളത് ഐസോബാറുകൾക്കാണ്. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ളത് എവിടെയാണ്? ഐസോബാറുകൾക്കാണ്. ഇന്ന് നമ്മൾ ഒരു സെറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് പഠിച്ചത്. അപ്പം എല്ലാവരും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കേട്ട് പലതവണ കേട്ട് നിങ്ങൾ മൈൻഡിൽ അത് സെറ്റാക്കി വെക്കുക. എക്സാമിന് ഉറപ്പായിട്ട് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് ഓർമ്മയിൽ വരുന്നതായിരിക്കും. ഈ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ വേറെ പല രൂപത്തിലോ അല്ലെങ്കിൽ മറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ രൂപത്തിലോ നമുക്ക് തരാവുന്നതാണ്. അപ്പോൾ ഇവിടുന്ന് തന്നെയാണ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ എല്ലാവരും ക്ലാസ് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം തീർച്ചയായും ഉണ്ടാകും ക്ലാസ് കാണുന്നതിലൂടെ. അപ്പം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.